ഹലോ സുസാമൻ, സ്ഥിരമായി ഫൈൻ മേടിക്കുന്ന ഒരു ഫ്രണ്ട് ഞങ്ങളെ പോലെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ ആൾക്ക് അയച്ചു കൊടുത്തോ, എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു. ഷോപ്പിങ്ങിന് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മളും ഷോപ്പിങ്ങിന് പോകാറുണ്ട്. ഷോപ്പിങ്ങിന് പോയാൽ സാധനം മാത്രമാണോ വാങ്ങിക്കാൻ പറ്റുന്നത്? എങ്കിലല്ല, ഫൈനും കൂടെ വാങ്ങിക്കാം. ഇത് ഫൈൻ മേടിച്ച് കൂട്ടുന്ന കാര്യത്തിൽ ഞങ്ങൾ മോശക്കാരല്ലെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ നന്നായിട്ട് അറിയായിരിക്കും അല്ലെ? അതേപോലെ തന്നെ ഈ അടുത്ത് ഞങ്ങൾക്ക് വേറൊരു ഫൈൻ കൂടെ കിട്ടി. അത് ഞങ്ങൾ ഷോപ്പിങ്ങിന് നെറ്റോല് പാർക്ക് പ്ലറ്റ്സിൽ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ അവിടെ പാർക്ക് ഷൈബ വെക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് അറിയാലോ, പാർക്ക് ഷൈബ നമ്മൾ നോർമലി വെക്കാറുള്ളത് ഒരു 2 മണിക്കൂറൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചാൽ മതിയാവും. അപ്പൊ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ നെറ്റോടെ പാർക്ക് പ്ലേസിൽ വണ്ടി പാർക്ക് ചെയ്തു. പതിവ് പോലെ തന്നെ ഒരു 3-4 വർഷമായിട്ട് വിസിറ്റ് ചെയ്യുന്ന നെറ്റോ ആയിരുന്നു. ഫെയർ പാർക്കിന്റെ ഈ ഒരു ഷീൽഡ് അവിടെ കൊണ്ടുവച്ചത് ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ വേണം പറയാം. ഷോപ്പിങ്ങിന് പോയിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ആകെ 15 യൂറോയുടെ സാധനമായിരുന്നു. പക്ഷെ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ വണ്ടിയിലിരിക്കുന്നു 29 യൂറോയുടെ ഒരു സാധനം. അതാണ് സ്റ്റാഫ് സെറ്റില്. ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, ഫൈൻ കിട്ടിയാൽ അടയ്ക്കണമല്ലോ, അത് ഡയറക്റ്റ് അടച്ചു. പക്ഷെ ഈ അടുത്താണ് ഞാൻ അറിയുന്നത്, നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടാണ് ഈ ഫൈൻ കിട്ടിയതെങ്കിൽ നമ്മൾ പാർക്ക് ഷൈബ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോപ്പിങ്ങിന് പോയപ്പോൾ നമുക്ക് കിട്ടിയ കാസൻ ബോൺ ഇവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ആ ഷോപ്പിങ്ങിന് പോയ സമയവും ബില്ലടച്ച സമയവും ഡേറ്റും ഓൾറെഡി കാസൻ ബോണിൽ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഈ ഫൈനിൽ നിന്നും ഒഴിവാകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അടച്ച പൈസ ആണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൈൻ ക്യാൻസൽ ചെയ്ത് കിട്ടുകയും ചെയ്യും.